ഒരു സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണേ. അപ്പൊ ആ സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരു പ്രാവശ്യം നമ്മൾ സോഫ്റ്റ് ചപ്പാത്തിയുടെ വീഡിയോ ചെയ്തു. ഇന്നിപ്പോ നമ്മൾ ആ റൗണ്ട് ചപ്പാത്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ലെയർ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലെയർ ചപ്പാത്തി എന്ന് പറയുമ്പോൾ കുറെ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടാവാം, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പി ആയിരിക്കാം. ചില ആളുകൾക്ക് ഈ ഒരു ലെയർ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് അറിയാതിരിക്കാം. അപ്പോൾ ആ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ ഇന്നിപ്പോ. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാന്നറിയില്ല. അതുപോലെ എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഈ ചപ്പാത്തി വേറെ രീതിയിൽ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമന്റ് ചെയ്ത് തരൂ. അപ്പൊ നമുക്ക് അതും കൂടി ഷെയർ ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ ഞാനിന്നിപ്പോ വെളിച്ചെണ്ണയാണ് ഈ ചപ്പാത്തിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ വെളിച്ചെണ്ണ താല്പര്യം ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഏതാണ് നമ്മുടെ ചോയ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ എപ്പോഴും ഈ ലെയർ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ആ ഒരു രീതി തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന രീതി തന്നെ അങ്ങ് ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ചപ്പാത്തിയുടെ വെള്ളത്തിന്റെ അളവൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീഡിയോയിലും മെഷർമെന്റ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എവിടെ കിട്ടും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ സോഫ്റ്റ് ചപ്പാത്തിയുടെ ലിങ്കും നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഈ ഒരു ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ട് ഇതിന്റെ അഭിപ്രായങ്ങളും പറയാം, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ചപ്പാത്തി കൂടുതൽ ഇഷ്ടപ്പെടുമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ആ ചപ്പാത്തിയുടെ ഓരോ ലെയറും പൊളിച്ച് കഴിക്കുമ്പോൾ അവർക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ ഇതിന്റെ കൂടെ കറികൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കറികളോ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കറികൾ ഉണ്ടാക്കിയിട്ട് ഈ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസും സൗത്ത് ഇന്ത്യൻ റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. കറി റെസിപ്പീസ് ആണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി കറികളാണ് ഇവിടെ മെയിൻ ആയിട്ട് എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കാട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ കറി റെസിപ്പീസും പിന്നെ സ്നാക്സും വരുന്നത്. അപ്പോൾ അധികം വിശേഷത്തിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് നമ്മുടെ ലെയർ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ലെയർ ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെള്ളം വേണം, ഉപ്പ് വേണം. പിന്നെ നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയ ചപ്പാത്തി, നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് കുഴച്ചെടുത്തത്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കുഴക്കേണ്ട ആവശ്യമില്ല. ചപ്പാത്തി നമ്മൾ പരത്തി എടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാത്തത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇത് സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പൊടി കുഴച്ചെടുക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഞാനിത് കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചപ്പാത്തിയുടെ പൊടി നന്നായിട്ട് കുഴച്ചെടുത്തു. ഇത് കുഴച്ചെടുത്തിട്ട് അങ്ങനെ വെച്ച് നമ്മളിപ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊന്നും കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഉടനെ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇനി ബോൾസ് ആക്കാൻ പോവാണ്. നമ്മൾ മറ്റേ ചപ്പാത്തി ആദ്യം നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയ പോലെ തന്നെ പിന്നെ ഇത് കറക്റ്റ് റൗണ്ടിലല്ല ഇരിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചപ്പാത്തി നമ്മൾ ഒറ്റ ലെയറായിട്ടാണ് പരത്തിയെടുത്തത്. അപ്പോൾ അത് റൗണ്ടിൽ തന്നെ വരും. അപ്പോൾ ഞാനിതിപ്പോൾ 9 ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പൊടി എടുത്തത്. ഞാൻ ഈ മാവ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ 9 ചപ്പാത്തി ആയതുകൊണ്ടാണ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചപ്പാത്തി എത്ര വേണോ അതനുസരിച്ച് പൊടി എടുക്കുക. നമ്മളിപ്പോൾ 2.5 കപ്പ് പൊടി എടുത്തപ്പോൾ 1 കപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണും വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ വിട്ട് വരണം. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, നമ്മൾ ഇതുപോലെ ചപ്പാത്തിയുടെ പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിട്ട് വരണം. ഇതാണ് നമ്മൾ ചപ്പാത്തിയുടെ പൊടി കറക്റ്റായിട്ട് നനഞ്ഞു എന്നുള്ളത്. നനവ് കറക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഭാഗം ഞാൻ ആ ചപ്പാത്തി ആദ്യത്തെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞിരുന്നു. 3 പോർഷനാക്കി മാവ്. ഇനി നമുക്കിത് വീണ്ടും 3ആക്കി എടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈദപ്പൊടിയിലും പരത്തണം എന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയിൽ പരത്താം, ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് പരത്തണം എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് പരത്താം. പക്ഷെ കുറച്ചുകൂടി ഈസി നമുക്ക് മൈദപ്പൊടി ഉപയോഗിച്ചിട്ട് പരത്തുമ്പോഴാണ്. നമുക്കിത് 3 ബോൾസ് ആക്കി എടുക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് എല്ലാ ബോൾസും റെഡിയാക്കി വെച്ചതിന് ശേഷം ചപ്പാത്തി പരത്തി തുടങ്ങാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ചെറിയ സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, പിന്നെ എൻ്റെ തൈറോയിഡ് കുറച്ച് കൂടിയൊക്കെ നിൽക്കുന്നുണ്ട്, ചെറിയ വേരിയേഷനൊക്കെ ഉണ്ട് തൈറോയിഡിൽ. അപ്പോൾ സൗണ്ടിന് ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ തൈറോയിഡ് ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈറോയിഡിൽ വേരിയേഷൻ വരുമ്പോൾ സൗണ്ടിൽ ചെറിയ വ്യത്യാസം വരും, അതുപോലെ തന്നെ നമുക്ക് പെയിനൊക്കെ കൂടും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ ബോൾസ് എല്ലാം 9 ബോൾസും റെഡിയാക്കി എടുക്കട്ടെ. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ലെയർ ചപ്പാത്തി ആക്കിയെടുക്കാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ ബോൾസ് 9ഉം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പരത്തി തുടങ്ങാം. പരത്തി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു ബൗളിൽ ഇതുപോലെ എടുത്ത് വയ്ക്കുക, ഒരു സ്പൂൺ എടുത്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അതുകൊണ്ടാണ് ഇതുപോലെ എടുത്ത് അടുപ്പിച്ച് വെക്കാന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ ബോള് മൈദപ്പൊടിയിൽ ഡിപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ പൊടിയിലേക്ക് തന്നെ വെച്ചിട്ട് പരത്തി എടുത്തതാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ബോൾ എടുക്കുക, പൊടിയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പിൽ കിട്ടും. ഈ ചപ്പാത്തിയിൽ ഷേപ്പ് ഒരു വിഷയമേ അല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് പരത്തി എടുക്കാൻ പറ്റുന്ന ചപ്പാത്തി അല്ല. എങ്കിലും നമ്മൾ പരത്തി തുടങ്ങുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ തുടങ്ങണമല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പൊടിയിൽ ഡിപ്പ് ചെയ്തതുകൊണ്ട് സാധാരണ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ അങ്ങ് പരത്തിയെടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്, വളരെ കുറച്ച് പൊടി ഇട്ടിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി നമ്മുടെ ചപ്പാത്തി കോലിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ പൊടി കുഴച്ചെടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വീട്ടിൽ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെള്ളം, ഇത് ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കുഴച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി ഈ ഒരു വലിപ്പത്തിലായി. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ചപ്പാത്തിയുടെ ഹാഫ് പോർഷനിലാണ് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സൈഡ്സിലേക്ക് അധികം വരാത്ത രീതിയിൽ എണ്ണ അപ്ലൈ ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി കല്ല് മുഴുവൻ എണ്ണയാവും. സൈഡ്സിലേക്ക് അധികം എണ്ണ വന്നിട്ടുണ്ടെങ്കിൽ സെൻറ്റർ പോർഷനിലേക്ക് കുറച്ച് വന്നാലും കുഴപ്പമില്ല, നമ്മൾ മടക്കി കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഒരു പോർഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 സൈഡിലേക്കും ആയിക്കോളും നമ്മളത് മടക്കി വരുമ്പോൾ. നമ്മൾ ചപ്പാത്തി മടക്കാണ്. വീണ്ടും ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ അധികം എണ്ണ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഹാഫ് പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്യുന്നത്. വീണ്ടും മടക്കിയെടുക്കുക. ഇനി നമുക്കിത് കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം. പൊടി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ 2 സൈഡിലും പൊടി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ ഏകദേശം ട്രയാങ്കിളിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഷേപ്പിലേ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് റൗണ്ടോ സ്ക്വയറോ ആയിട്ട് ഈ ഒരു ചപ്പാത്തി പരത്താൻ പറ്റില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിൽ ഷേപ്പ് ഒരു വിഷയമേ അല്ല എന്നുള്ളത്. ഇനി ഇതിപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ ആവണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും പാത്രത്തിന്റെ ഒരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഈ ഷേപ്പിൽ തന്നെയാണ് ചപ്പാത്തി പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ അടുത്ത ബോളും ഇതുപോലെ തന്നെ എടുത്തു. സെയിം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഇടയ്ക്ക് പൊടി ഇട്ട് കൊടുക്കുക. ആദ്യമേ തന്നെ കൂടുതൽ പൊടി ഇടണ്ട, ഇടയ്ക്ക്
ചപ്പാത്തിക്കോലിൽ ഒട്ടി തുടങ്ങുന്നു എന്നുള്ളൊരു സമയമാകുമ്പോൾ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ആദ്യം ഈ ചപ്പാത്തി ഉണ്ടാക്കി, നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കി കാണിച്ചപ്പോൾ 2-3 പേര് ചോദിച്ചിരുന്നു ഞാൻ ചപ്പാത്തി കോല എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഈ ചപ്പാത്തി കല്ല് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. ഇത് ഞാൻ എറണാകുളത്തു നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ പ്രൈസ് അറിയില്ല, കുറേ നാൾ മുന്നേ വാങ്ങിച്ചതാണ്. അപ്പോൾ പ്രൈസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടിയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഈ ചപ്പാത്തി കോലും ചപ്പാത്തി കല്ലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ചപ്പാത്തി കല്ലിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി കല്ല് എങ്ങനെ കറക്റ്റ് ആക്കി എടുക്കാം, ചപ്പാത്തി കല്ല് എങ്ങനെ മയക്കി എടുക്കാം എന്നുള്ളൊരു, മയക്കി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി കല്ല് നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാക്കി എടുക്കാം എന്നുള്ള കാര്യം ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും വരുത്തുന്നുള്ളൂ ചപ്പാത്തി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വലിപ്പമായിട്ടുണ്ടെങ്കിൽ തിന്നായി പോകും, നമുക്ക് ആ ലെയേഴ്സ് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വലിപ്പത്തിൽ പരത്തിയെടുക്കുന്നത്. ഇതിലിപ്പോൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ ചപ്പാത്തിക്ക്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചപ്പാത്തിയും ഈ ഒരു ഷേപ്പിലായി കഴിഞ്ഞു. ഇനി നമുക്ക് പൊടിയിട്ടിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് നീക്കി വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് പൊടി വീഴണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നീക്കി വയ്ക്കാൻ പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചപ്പാത്തി ഓരോ ലെയർ ഇങ്ങനെ വിടർത്തി എടുത്തിട്ട് കഴിക്കുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും അവർക്ക്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചപ്പാത്തിയേക്കാൾ ടേസ്റ്റും കൂടുതലാണ് ഈ ഒരു ലെയർ ചപ്പാത്തിക്ക്. അപ്പോൾ ലെയർ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഇതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ. അപ്പോൾ അടുത്ത ചപ്പാത്തിയും റെഡിയായി. ഞാൻ ഇതുപോലെ ബാക്കിയുള്ള ചപ്പാത്തി മുഴുവൻ റെഡിയാക്കി എടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട് ചപ്പാത്തി പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി കറക്റ്റായിട്ട് പൊങ്ങി വരില്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടി തന്നെ വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇതിന് മുന്നേ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇതുപോലെ കൈ പിടിക്കുമ്പോൾ കയ്യിലേക്ക് നന്നായിട്ട് ചൂടടിക്കണം. അത്രയും സമയം ചൂടാവണം ചപ്പാത്തി പാൻ. അതുപോലെ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഈ ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പാൻ നന്നായിട്ട് ചൂടായി. നമുക്ക് ഇതുപോലെ കൈ അധിക സമയം ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല ചപ്പാത്തി പാൻ്റെ മുകളിൽ. അല്ലെങ്കിൽ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ഈ സൈഡൊന്ന് ചൂടായി ചെറിയ ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം. ചപ്പാത്തി മറിച്ചിടുമ്പോൾ കണ്ടോ, ഇതുപോലെ ചെറിയ ആ ഒരു പാടുകൾ വന്നു തുടങ്ങുമ്പോൾ ചെറുതായിട്ടേ വരുള്ളൂ. അതുപോലെ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഇതുപോലെ തിരിച്ചിടുക. വീണ്ടും വെയിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാകുമ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തനിയെ പൊങ്ങി വന്നോളും. രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നോന്നുണ്ടെങ്കിലും പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള ലെയേഴ്സ് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ലെയറുകൾ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഒരു ചപ്പാത്തി റെഡി ആയിക്കഴിഞ്ഞു. ഇത്രയും കുക്കായാൽ മതി. അപ്പോൾ ആദ്യത്തെ ചപ്പാത്തി ഞാൻ കുക്ക് ചെയ്തെടുത്തു. അടുത്തതും ഇതുപോലെ തന്നെ കുക്ക് ചെയ്യാൻ ഞാനപ്പോൾ ചപ്പാത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ചായിരുന്നു. അപ്പോൾ ഒരു സൈഡ് ആയി വരുമ്പോൾ നമ്മൾ തിരിച്ചിടുക. ഇട്ടിട്ട് ഉടനെ തന്നെയല്ല, ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുക. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ ഇൻസൈഡ് കറക്റ്റായിട്ട് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. വേഗം തന്നെ തിരിച്ചിടുക. ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡ് ഒരുപോലെ കുക്ക് ചെയ്തെടുക്കുക. വല്ലാതെ അങ്ങ് കളർ ചേഞ്ച് ആയി പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതുപോലെ ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ, ഈ ഒരു ഷെയ്ഡായി വരുമ്പോൾ നമുക്ക് അടുത്തതും ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ചപ്പാത്തിയും ഇതുപോലെ ചുട്ടെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തികളെല്ലാം റെഡിയായി. അപ്പോൾ ലെയർ ചപ്പാത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ലെയറായിട്ട് തന്നെ കാണണ്ടേ, അത് ഞാൻ ലെയറായിട്ട് തന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തി എടുത്തിട്ട് ഇത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചതാണ്. നമുക്ക് ഇതുപോലെ ബുക്കിൻ്റെ പേജ് മറിക്കുന്നത് പോലെ ഓരോ ലെയറും
മറിച്ചെടുക്കാം. ഇത്രയും ഈസിയാണ്. ഇതുപോലെയാണ് ഇതിൻ്റെ ഇൻസൈഡിലുള്ള ലെയറുകൾ ഇരിക്കുന്നത്. വളരെ നൈസായിട്ടുള്ള ചപ്പാത്തി. അപ്പോൾ എല്ലാ ചപ്പാത്തിയും അതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്കിതുപോലെ തന്നെ ഇങ്ങനെ വിടർത്തി എടുക്കാവുന്നതേ ഉള്ളൂ ചപ്പാത്തിയുടെ ലെയറുകൾ. വേണ്ടോ, ഇതുപോലെ വിടർത്തി എടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു ലെയർ ചപ്പാത്തി ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെയർ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു പോക്കറ്റ് പോലെ ഇല്ലേ, ഈ ഒരു പോക്കറ്റിലേക്ക് ഫില്ല് ചെയ്തിട്ട് നമുക്ക് വേറൊരു സ്നാക്ക് ഉണ്ടാക്കാം. അത് ഞാൻ വേറൊരു ദിവസം പറഞ്ഞുതരാം. നമ്മുടെ ഇഫ്താർ റെസിപ്പിയിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണത്. അത് വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ഞാനിപ്പോൾ ഈ ചപ്പാത്തിയിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആണ്. പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പി അടുത്തൊരു ദിവസം ചെയ്യാം. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ലെയർ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കറികളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറികളുടെ കൂടെയൊക്കെ കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ആ ഒരു ഏത് രീതിയിലാണ് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി, ഇതാകുമ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്, മറ്റേതാകുമ്പോൾ ഇത്രയും സമയം എടുക്കില്ല. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ആ രീതിയിലുള്ള ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കൂ. പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ പറയുന്ന അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളതും, അതുപോലെ തന്നെ ഈ ലെയർ ചപ്പാത്തി ആണെങ്കിലും വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.